ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും മറ്റന്നാളുമായി ഒട്ടനവധി പൊങ്കൽ റിലീസ് ചിത്രങ്ങളാണ് തിയേറ്ററിലെത്തുന്നത്. മലയാളത്തിൽ നിന്ന് നാളെ തിയേറ്ററിലെത്തുന്ന പ്രധാന ചിത്രം ആസിഫ് അലി നായകനായ രേഖാചിത്രമാണ്. ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ എന്നിങ്ങനെ ഇരുവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്ന മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമ ജോഫിൻ ടി ചാക്കോ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കാവ്യ ഫിലിം കമ്പനി, മെഗാ മീഡിയ എന്നിവയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര. ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. അപ്പു പ്രഭാകർ DOPയും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അർജുൻ അശോകൻ, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മഹേഷ് ബാബു സംവിധാനം ചെയ്ത് മറ്റന്നാൾ ജനുവരി 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഫാന്റസി കോമഡി ത്രില്ലർ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ബാലു വർഗീസ്, രഞ്ജി പണിക്കർ, അൽതാഫ് സലീം, ബൈജു സന്തോഷ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സാംജി M ആന്റണി തിരക്കഥയൊരുക്കിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രണദിവെ ആണ്. സാം CS സംഗീതം പാർന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് സോബിൻ K സോമനാണ് നിർവഹിച്ചിട്ടുള്ളത്. മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ട്രൂത്ത് സീക്കേഴ്സ് മൂവി പ്രൊഡക്ഷൻസ് ആണ്. മലയാളത്തോടൊപ്പം തമിഴ് വേഷനിലും ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. രാംചരൺ ഇരട്ട വേഷത്തിലെത്തുന്ന ഗെയിം ചേഞ്ചറാണ് മറ്റന്നാൾ തിയേറ്ററിലെത്തുന്ന മറ്റൊരു സിനിമ. ശങ്കർ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ SJ സൂര്യ, കിയാര അദ്വാനി, അഞ്ജലി സമുദ്രകനി, ശ്രീകാന്ത് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ശങ്കർ തന്നെ തിരക്കഥയൊരുക്കിയ ഈ സിനിമയുടെ സംഗീതം പാർന്നത് തമൻ S ആണ്. തിരു DOPയും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. മലയാളി താരം ഷെയ്ൻ നിഗം നായകനായി വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത് ജനുവരി 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് മദ്രാസ്കാരൻ. കലയരശൻ, നിഹാരിക കൊണ്ടലെ, ഐശ്വര്യ ദത്ത് എന്നിവർ കൂടി അഭിനയിക്കുന്ന ഈ സിനിമ ഷെയ്ൻ നിഗത്തിന് തമിഴിൽ മികച്ച അരങ്ങേറ്റം കുറിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ DOP പ്രസന്ന S കുമാറും വസന്തകുമാർ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിന്റെ സംഗീതം പാർന്നത് സാം CS ആണ്. അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസൻ രചനയും സംവിധാനം നിർവഹിച്ച പ്രാവിൻകൂട് ഷാപ്പ് ജനുവരി 16 തിയേറ്ററിലെത്തുകയാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ, ശിവജിത്ത്, ശബരീഷ് വർമ്മ, രേവതി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സെൻസറിംഗ് പൂർത്തിയായ ഈ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഷൈജു ഖാലിദ് ഛായാഗ്രഹണവും ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. വിഷ്ണു വിജയ് ആണ് ഈ ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റ് 20 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ട്രെയിലർ ചിത്രത്തിന്റെ കഥാഗതികളെ കുറിച്ചുള്ള ചെറിയൊരു സൂചന നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ്, ലെന സിദ്ദീഖ്, വിജയ് ബാബു, വിജയ് വെങ്കടേഷ് എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. മീനാക്ഷി നായികയായി അനൂപ് പുരുഷത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂപ്പർ ജെമിനി. റിതം ക്രിയേഷൻസിന്റെ ബാനറിൽ രാജേഷ് മലയാലപ്പുഴ നിർമ്മിച്ച ഈ സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 24 വെള്ളിയാഴ്ച ഈ സിനിമ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നതാണ്. അനൂപ് പുരുഷത്തിന് തിരക്കഥ എഴുതിയ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് GK നന്ദകുമാറാണ്. മോഹൻലാൽ നായകനായി KR സുനിൽ തിരക്കഥ എഴുതി തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തുടരും. ജനുവരി 30 തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ശോഭനയാണ്. ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, നന്ദു, ഇർഷാദ്, ആർഷ, ചാന്ദിനി ബൈജു എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത് ജെക്സ് ബിജോയും ഷാജി കുമാർ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷഫീഖ് VB എന്നിവർ ചേർന്നാണ്. അർജുൻ അശോകൻ നായകനെ അരുൺ ടി സംവിധാനം ചെയ്യുന്ന ബ്രോമൻസിന്റെ റിലീസിംഗ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവർ കൂടി അഭിനയിക്കുന്ന ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് ആഷിഖ് ഉസ്മാനാണ്. ചിത്രത്തിന്റെ DOP അഖിൽ ജോർജും എഡിറ്റിംഗ് ചമൻ ചാക്കോയുമാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗോവിന്ദ് വസന്തയാണ്. ഡിസംബർ 20 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി വമ്പൾ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുത്ത് പടർന്ന ഉണ്ണി മുകുന്ദന്റെ മാർക്കോ ചിത്രത്തിന്റെ 20ാമത്തെ ദിവസമായ ബുധനാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. കേരളത്തോടൊപ്പമോ അതിനേക്കാൾ ഏറെയോ മികച്ച രീതിയിൽ ഹിന്ദിയിലും തെലുങ്കിലുമാണ് ഈ സിനിമ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തമിഴിലും ഹോൾഡ് നിലനിർത്തുന്ന ഈ സിനിമയുടെ ഇന്നലെ 19 ദിവസം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 31 ലക്ഷം രൂപയാണ്. ഇതോടെ ഈ സിനിമയുടെ 19 ദിവസത്തെ കേരള കളക്ഷൻ 40,36 ലക്ഷം രൂപയായി. ഹിന്ദിയിൽ ഇന്നലെ 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 35 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. തമിഴ്നാട് കളക്ഷനായി ഇന്നലെ കളക്ട് ചെയ്തത് 20 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 10 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ 19 ദിവസത്തെ കർണാടക കളക്ഷൻ 4,15 ലക്ഷം രൂപയും തെലുങ്ക് കളക്ഷൻ 5,14 ലക്ഷം രൂപയുമാണ്. തമിഴ്നാട് കളക്ഷനായി 2,39 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 11,72 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മാർക്കോയുടെ 19 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 54,60 ലക്ഷം രൂപയാണ്. 19 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 63,60 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനായി 19 ദിവസം കൊണ്ട് 31,40 ലക്ഷം രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 19 ദിവസം കൊണ്ട് 95 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചിത്രത്തിന്റെ 20ാം ദിവസമായ ബുധനാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ 30-35 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിൽ തന്നെയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,70 ലക്ഷം റേഞ്ചിലുമാണ്. അങ്ങനെ 20 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തി നിൽക്കുന്നത് 96-97 കോടി റേഞ്ചിലാണ്. ടോവിനോ തോമസ് നായകനായി അഖിൽ പോൾ, അനസ് ഖാൻ എന്നിങ്ങനെ ഇരുവർ ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജനുവരി 2 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഐഡന്റിറ്റി.
ആദ്യ ദിവസം തന്നെ എല്ലാ മേഖലയിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ 7ാമത്തെ ദിവസം കൂടിയ ആദ്യ ഒരാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 6,40 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷൻ 50 ലക്ഷത്തിന് മുകളിലായിരുന്നു. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 6,90 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ 7ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച കേരള കളക്ഷനായി ഏകദേശം 60 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ഒരാഴ്ച കൊണ്ട് 7,50 ലക്ഷം രൂപയാണ് ഐഡന്റിറ്റി കേരള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വിദേശ കളക്ഷൻ സംബന്ധമായ വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും നിലവിൽ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 14 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വരവ് നാളെ മുതൽ ഐഡന്റിറ്റി എന്ന സിനിമയ്ക്കും നിർണായകമായിരിക്കും. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.